ആദ്യം അപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്ട്രക്ചർ എന്നുള്ളത് നോക്കാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ഓഫീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ആളെ എന്താണ് ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം, ഒരു സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇത് പല കേസിലും പല ലെവലിലാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ AshIncludeStdio.h കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ഫോർമാറ്റിംഗ് ആണ് സ്ട്രക്ചർ. എന്ത് സ്ട്രക്ചർ ആണോ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇവിടെ പേഴ്സൺ ആണ്, അത് കൊടുക്കുക. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻറ്റ് ID എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാർ എന്ത് കൊടുക്കുക, നെയിം എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്ലോട്ട് മാർക്ക് എന്ന് കൊടുക്കുക. ഫ്ലോട്ട് മാർക്സ്, അതായത് ഒരു പേഴ്സന്റെ മാർക്ക്, അതല്ലെങ്കിൽ എന്തുവാണെങ്കിലും ഒരു പേഴ്സന്റെ എന്ത് ഡീറ്റെയിലും ആണെങ്കിലും ഇവിടെ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പേഴ്സണ് എത്ര പേഴ്സൺ മാർക്ക് എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റ് മെയിനില് എന്ത് ചെയ്യുക, ഞാനിപ്പോ ആ ഒരു സ്ട്രക്ചറിനൊരു എന്താണ്, ഇപ്പൊ നമുക്ക് ഒരു പേഴ്സന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര പേഴ്സന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും ഈ ഒരു സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇൻറ്റ് മെയിനില് സ്ട്രക്ചർ പേഴ്സൺ P1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സ്ട്രക്ചർ പേഴ്സൺ P1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്, ഈ ഒരു P1ക്ക് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യാണ്. ഇപ്പോൾ P1 അതായത് എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ P1.id ഈക്വൽ ടു 1 സെമിക്കോളൻ ഇട്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് പ്രിന്റ്എഫിൽ എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. എന്നിട്ട് അതിനൊപ്പം, അതായത് ഈ ഡബിൾ കോഡ്സിന്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എന്താണ് ക്യാരക്ടർക്ക്, അതായത് ഈ സ്ട്രക്ചറിന് നമ്മൾ ഒരു നെയിം കൊടുത്തല്ലോ, ആ ഒരു സ്ട്രക്ചർക്ക് എന്ത് ചെയ്യാണ് നമ്മൾ ഒരു നെയിം, അതായത് P1.name എന്ന് കൊടുക്കുകയാണ്. ഈ P1.name എന്ന് പറയുമ്പോൾ ഈ P1 ഇവിടെയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തത്, സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്തത് പേഴ്സൺ P1. ഈ P1ലേക്ക് എന്ത് ചെയ്തു, ഒരു ID നമ്പർ സ്റ്റോർ ചെയ്തു. അതേപോലെ തന്നെ പ്രിന്റ്എഫിൽ P1.name, P1ക്ക് എന്ത് ചെയ്തു, അതായത് P1ന്റെ നെയിം എന്താണ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെ ഇപ്പോ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു നെയിം കൊടുത്ത്, അപ്പൊ അത് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിന് മാർക്ക് കൊടുക്കുകയാണ്, P1.mark, അതായത് സ്ട്രക്ചറിൽ നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്തത് അതാണ് കൊടുക്കുന്നത്. P1.marks, എന്നിട്ട് എന്ത് ചെയ്യാം, 92 അല്ലെങ്കിൽ 90 എന്ത് മാർക്ക് വേണമെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്യാം. എന്നിട്ട് അത് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഈ സ്ട്രക്ചറത്തെ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കണം. അതായത് മീൻസ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. പ്രിന്റ്എഫിൽ നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പ്രിന്റ്എഫിൽ പെർസെൻറ്റേജ് ഒരു ID കൊടുക്കുകയാണ്. അപ്പോൾ IDക്ക് %d/n കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, P1, അതായത് ആ P1ന്റെ നെയിം ആണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ P1.name എന്ന് കൊടുക്കുക. അതായത് ID നമ്മൾ എന്ത് നെയിമാണ് ആ നെയിം, അതേപോലെ തന്നെ P1.mark, അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് പ്രിന്റ്എഫ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ മാർക്ക്
കൊടുക്കുക. എന്നിട്ട് %t എന്ന് കൊടുക്കുക. എന്നിട്ട് /n എന്ന് കൊടുക്കുക. മീൻസ് അതാ സെക്കൻഡ് ലൈനിലേക്ക് മാറി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു p1 ഉണ്ടല്ലോ, p1 ഡോട്ട് അതായത് ആദ്യത്തെ മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. p1 ഡോട്ട് മാർക്സ്. ഓക്കെ, p1 ഡോട്ട് മാർക്ക് ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് അതിവിടെ എന്ത് ചെയ്യണം, ഒരു കോമന്റ് ഇട്ട് സ്റ്റുഡന്റ് ഡീറ്റെയിൽസും കൊടുക്കണം. അല്ല, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ കൊടുക്കാനുള്ളത് ഐഡിക്ക് നമ്മൾ കൊടുത്തത് p1 ഡോട്ട് നെയിം ആയിരുന്നു. അപ്പോൾ അത് id കൊടുക്കുകയാണ്, p1 ഡോട്ട് id. ഇനി printf എന്താണ് നെയിം കൊടുക്കാൻ, നെയിം എന്ത് ചെയ്യാണ്, നെയിം അതായത് സ്ട്രിങ് ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ %s എന്ന് കൊടുക്കുക. എന്നിട്ട് സ്ലാഷ് ഇട്ടിട്ട് n എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, s1 ഡോട്ട് നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ്. എന്നിട്ട് ഇത് റൺ ചെയ്യാൻ കൊടുക്കുക. എന്താ പ്രശ്നം, p1 ഡോട്ട് id ഇവിടെ നമ്മളിപ്പോ p1 ഡോട്ട് ഐഡിന്റെ ഇവിടെ സ്ട്രക്ചർ പേഴ്സൺ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ റൺ കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നെയിമിന് ശേഷം ഒരു കോമ ഉണ്ട്. അതേപോലെ തന്നെ p1 ഇവിടെ s1 ഡോട്ട് നെയിം അല്ലേ, s1 ഡോട്ട് s1 ആണ് നമ്മൾ കൊടുത്തത്. ഇവിടെ p1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് റൺ ചെയ്തപ്പോൾ എന്താ വന്നത്, id നമ്മൾ എത്രയാണോ ഐഡിക്ക് നമ്മൾ അസൈൻ ചെയ്തത് ആ ഒരു വാല്യൂ വന്നു. പിന്നെ നെയിം ഇവിടെ പ്രിന്റ് ആവാത്തത് p1 ഡോട്ട് നെയിം. അപ്പോൾ നമ്മളിവിടെ നെയിം പ്രിന്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മളിവിടെ p1 കൊടുക്കുകയാണ്. അതേപോലെ തന്നെ p1ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇവിടെ നമുക്ക് മാർക്കും പ്രിന്റ് ചെയ്യണം. അപ്പോൾ മാർക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, %f, അതായത് നമ്മൾ ഫ്ലോട്ടിലാണ് ഈ ഒരു സ്ട്രക്ചർ, മാർക്കിന്റെ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇവിടെ %f കൊടുക്കുക. എന്നിട്ട് റൺ കൊടുക്കുക. നെയിം ഇവിടെ പ്രിന്റ് ആവാത്തത് എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ printf എന്ന് കൊടുക്കണം. ദാറ്റ് മീൻസ് സ്ട്രിങ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. സോ printf എന്ന് കൊടുത്താൽ എന്താവും, ഇവിടെ സ്ട്രിങ് പ്രിന്റ് ആവുന്നതാണ്. എന്നിട്ട് റൺ കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ആ സ്ട്രക്ചർക്ക് വാല്യൂ അസൈൻ ചെയ്തിട്ട് ആ